സംസ്ഥാനത്ത് നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സേവന കാലാവധി സർക്കാർ വെട്ടിച്ചുരുക്കി. ഒരു വർഷത്തേക്ക് പുതുക്കാറുള്ള കരാർ 3 മാസമായാണ് ചുരുക്കിയത്. NHM സംസ്ഥാന ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. ആരോഗ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. 19 വർഷമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കാനാണ് നീക്കമെന്ന് CITU ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. ഇന്നലെ ഇറങ്ങിയ ഓർഡർ പ്രകാരം 3 മാസത്തേക്ക് മാത്രമാണ് NHMന്റെ ജീവനക്കാരുടെ എല്ലാ ജീവനക്കാരുടെയും അത് 17,000-ഓളം വരുന്ന ജീവനക്കാരുടെ കാലാവധി പുതുക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഒരു പെർഫോമൻസ് അപ്രൈസലിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാലാവധി പുതുക്കി നിശ്ചയിക്കുന്ന ഒരു രീതി ഉള്ളത്. അപ്പോൾ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 മാസം എന്നുള്ളത്. ഇപ്പോൾ ജോലി ചെയ്തവരും ചെയ്യാത്തവരും തമ്മിലൊരു അന്തരമില്ല. 3 മാസം കഴിഞ്ഞാൽ ഇനി പെർഫോമൻസ് അപ്രൈസൽ വീണ്ടും വരും. അതിൽ ഞങ്ങളുടെ എല്ലാം പുതുക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ പറയുന്ന 17,000-ഓളം പേർക്ക് ഉണ്ട്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഈ പറയുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? ശ്യാമിലി, പുതിയ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കാൻ ഇരിക്കുന്നത്. സംസ്ഥാനത്തെ NHM ജീവനക്കാരുടെ കരാർ നേരത്തെ 1 വർഷമായിട്ടായിരുന്നു ആ കരാർ നിശ്ചയിച്ചിരുന്നത്. കഴിഞ്ഞ 19 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന ആളുകൾ NHMന് കീഴിൽ കേരളത്തിൽ ആരോഗ്യ കേരളം പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ പുതിയ സർക്കാർ K മുരളീധരൻ ആരോഗ്യമന്ത്രിയായതിനു ശേഷം ഈ NHM കരാർ 3 മാസത്തെ മാത്രം കാലാവധിയിൽ നീട്ടി നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഈ ജീവനക്കാരുടെ പെർഫോമൻസ് കൂടി വിലയിരുത്തപ്പെടും. അതിനുശേഷം ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അതത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ സൂപ്രണ്ടുമാരും ഉദ്യോഗസ്ഥരും നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഇവരുടെ കാലാവധി നീട്ടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. ആ തീരുമാനം എടുത്താൽ പോലും 3 മാസത്തേക്ക് മാത്രമായിരിക്കും ഈ കരാറിന്റെ ദൈർഘ്യമുണ്ടാവുക. ഇതേക്കുറിച്ച് ജീവനക്കാർക്കിടയിൽ അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ മുതൽ സാധാരണ ജീവനക്കാർ വരെയുള്ള ആളുകൾക്കിടയിൽ ജോലി സംബന്ധിച്ചുള്ള ആശങ്കകൾക്കും അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ CITU അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലുള്ള ജീവനക്കാരും എല്ലാ രാഷ്ട്രീയ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളും NHMന് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ജീവനക്കാരെയും തൊഴിലാളികളെയും ഒന്നടങ്കം ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. ഇതിനെതിരെ ഇത്തരം തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും നിശ്ചിത കാലാവധിയിൽ 1 വർഷം എന്നുള്ള കാലാവധിയിൽ തന്നെ തുടർന്നു പോകണമെന്നുമുള്ളതാണ് ഇവരുടേതായിട്ടുള്ള ആവശ്യം. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തിറക്കിയ ഉത്തരവിൽ ഈ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ശമ്പളമോ ഒന്നും വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ കുറവ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കരാർ കാലാവധി ഏറ്റവും ചുരുങ്ങിയ മാസങ്ങളിലേക്ക് ചുരുക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വരെ ആ കാലാവധി നിലനിന്നിരുന്നു. നാളെയായിരിക്കും പുതിയ കരാർ വരിക. അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത ഓഗസ്റ്റ് വരെയുള്ള ശരി, ലെവിനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.